കാഴ്ചാ പരിമിതിയെ അതിജീവിച്ച് കൃഷിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുകയാണ് വയനാട് പിണങ്ങോട് സ്വദേശിയായ മണി. വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അതിനൊത്ത ജോലിയൊന്നും ലഭ്യമായില്ല. പക്ഷെ അതിന് ആരോടും പരാതിയൊന്നുമില്ലാതെ കൃഷിയിൽ സന്തോഷം കണ്ടെത്തുകയാണ് മണി. നമുക്ക് എന്താണ് മണിച്ചേട്ടന് പറയാനുള്ളത് എന്ന് കേട്ടുവരാം. തെങ്ങിൻ്റെ കുറച്ച് ഇപ്പോൾ വളം കൊടുക്കും, മഴ പോണ പോക്കല്ലേ. ഇപ്പോൾ വളർത്താതെ ഇതിൽ മച്ചിയും കണ്ടമാനം തൊയ്യാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിച്ച് ബിരുദം നേടിയെങ്കിലും മണിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിപാഠങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചു. ആകെയുള്ള സ്ഥലത്ത് പറ്റുന്നതെല്ലാം നട്ട് നനച്ചുണ്ടാക്കി. തക്കാളിയും വഴുതനയും ക്യാബേജും ഒക്കെ ഇവിടെ വിളയുന്നു. കാഴ്ചാ പരിമിതി കൃഷിപ്പണിക്ക് ഒരു തടസ്സമേ അല്ലെന്ന് മണി പറയുന്നു. രാവിലെ എഴുന്നേറ്റ് ആദ്യം വാർത്തകൾ ശ്രദ്ധിക്കും, ഈ കൃഷിപാഠ പരിപാടികൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ ഒരു 8 മണി ആകുമ്പോൾ ഡ്രസ്സും മാറി ചായയും കുടിച്ചിട്ടുണ്ടാക്കും. രാവിലെ ഇറങ്ങിയാൽ പിന്നെ ഉച്ചക്കൊന്നും ഭക്ഷണത്തിന് കയറുന്ന ഏർപ്പാടൊന്നുമില്ല. അത് 2:30-3 മണിയുടെ ആ പണിയെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അലക്കലും കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. ഇത് 45 ദിവസം കൊണ്ട് ആകും ഈ സാധനം. കായ് പറിച്ചു പോകും. ഇതിലൊക്കെ കേടുണ്ടാവും, നോക്കാനൊന്നും നേരം കിട്ടിയില്ല. സഹോദരിയും സഹോദരിയുടെ മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതം കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. അതിരാവിലെ ജോലി തുടങ്ങിയാൽ നേരം ഇരുട്ടുന്നതുവരെ അത് തുടരും. യാത്രാപ്രിയനായ മണി ഒരുപാട് സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു. മരിക്കുന്നതിന് മുൻപ് കാശ്മീർ കൂടി കാണണമെന്നാണ് ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, വയനാട്. വളരെ പോസിറ്റീവായ ഒരു മനുഷ്യൻ, വളരെ പോസിറ്റീവായൊരു ജീവിത കഥയല്ലേ. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, പരിമിതികളുണ്ട്, പക്ഷെ അതിനെയൊക്കെ മറികടന്ന് വന്നയാളാണ് മണിച്ചേട്ടൻ. 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, കാഴ്ചാ പരിമിതി, അതിനെ മറികടന്ന് കൃഷിയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല. ബിരുദം നേടി, പക്ഷെ അതിനൊത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ഒരു പരാതിയുമില്ല. കൃഷിയിലൂടെ ജോലി ചെയ്യുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ പലതിനും പരാതിയും പരിഭവവും ഒക്കെയാണല്ലേ. ഇദ്ദേഹം നമുക്കൊക്കെ ഒരു മാതൃകയാക്കാവുന്ന ഒരാളാണല്ലേ. നമ്മളൊക്കെ പല കാര്യങ്ങളിലും പരാതികളും പരിഭവങ്ങളും പറയുന്ന ആളുകളാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് പലതും മാറ്റിവെക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് ഈ മണിയേട്ടനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുക. അദ്ദേഹത്തിന് കാഴ്ചയില്ല, എന്നിട്ടും അദ്ദേഹം പഠിച്ച് 1984 അദ്ദേഹം ബിരുദം നേടിയതാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന്. കുറേ ജോലിക്കൊക്കെ ശ്രമിച്ചെങ്കിലും ജോലിയൊന്നും ലഭിച്ചില്ല. പക്ഷേ ആരോടും പരാതി പറയാതെ അദ്ദേഹം അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത കൃഷി പണിയിൽ മുഴുകി. ഇപ്പോൾ കുറേ കാലമായി അദ്ദേഹം ആ കൃഷിയിൽ നിന്ന് തന്നെ ജീവിതമാർഗം കണ്ടെത്തുന്നു. പെങ്ങളും മകളും കൂടെയുണ്ട്. അവരുടെ ചിലവും കഴിയുന്നത് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. പക്ഷേ ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് യാത്രകളേറെ ഇഷ്ടമാണ്. രാജ്യത്തെ പല സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി കാശ്മീർ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടി അദ്ദേഹം ആരോഗ്യമുള്ള കാലത്ത് കാശ്മീർ കൂടി കാണണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന്. നമുക്കെല്ലാം ഒരുപാട് സന്ദേശങ്ങൾ പകരുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. പരിമിതികൾ ഒന്നിനും ഒരുപാട് സന്തോഷം പകരുന്ന ഒരു ജീവിതം തന്നെയാണ്. അതോടൊപ്പം അദ്ദേഹം വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി കശ്മീരിലേക്ക് പോകണം, കശ്മീർ കാണണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ആ ആഗ്രഹവും നടക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ശരി കമൽ.